ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ഭാഗത്തിൻ്റെ വിന്നേഴ്സ് അക്കാഡമിയുടെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാഷ്. വർഷങ്ങളോളം അക്കൗണ്ടൻസി എടുത്ത പരിചയ സമ്പത്തുകൊണ്ട് ധാരാളം കുട്ടികളെ +1, +2, ഡിഗ്രി, ബികോം, BBA, MCOM, CA തുടങ്ങിയ എല്ലാ കോഴ്സുകളിലേക്കും ധാരാളം കുട്ടികളെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ജേർണലൈസിങ് എന്താണ്, പോസ്റ്റിംഗ് എന്താണ്, ലെഡ്ജർ അക്കൗണ്ട്, എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും ബാലൻസ് എടുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആയ ട്രയൽ ബാലൻസിനെ പറ്റി പ്രതിപാദിച്ചു. +1 കുട്ടികൾക്ക് അനിവാര്യമായ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പരീക്ഷ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് all ledger account balances. Trial balance. എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും ബാലൻസ് എടുത്തുകൊള്ളുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് വിളിക്കുക. ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ. പേഴ്സണൽ അക്കൗണ്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. നമ്മൾ സാധനങ്ങൾ കടമായിട്ട് കൊടുക്കും. നമ്മുടെ കസ്റ്റമേഴ്സ്, കടമായിട്ട് മേടിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ്. അവരുടെ കണക്കുകളാണ് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ കാണിക്കുക. അതുപോലെ തന്നെ നമ്മൾ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിക്കുന്നു. നമുക്ക് ക്രെഡിറ്റ്, അതായത് കടമായിട്ട് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന നമ്മുടെ സപ്ലയേഴ്സ്, അവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സും ഉള്ളതാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ വലിയ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസും. ഇതാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഏറ്റവും പ്രധാനം. ഡെറ്റേഴ്സ് അക്കൗണ്ട് കണ്ടെയ്ൻസ് ദ അക്കൗണ്ട്സ് ഓഫ് കസ്റ്റമേഴ്സ്. ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ കണ്ടെയ്ൻസ് ദ അക്കൗണ്ട്സ് ഓഫ് സപ്ലയേഴ്സ്. ഇത് കൂടാതെ റിയൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സ്വത്തുക്കളുടെ അക്കൗണ്ട്. അസറ്റ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സും ഉണ്ട്, കറണ്ട് അസറ്റ്സും ഉണ്ട്. സ്ഥിരമായിട്ടിരിക്കുന്ന അസറ്റിനെയാണ് ഫിക്സഡ് അസറ്റ്സ് എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് ഇറ്റ്സ് യൂസസ് ആർ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. എന്നാൽ കാലോചിതമായി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അസറ്റ്സിനെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് വിളിക്കുക. ദി അസറ്റ്സ് വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ടു ക്യാഷ് വിതിൻ എ ഷോർട്ട് പീരീഡ്. ചുരുങ്ങിയ സമയം കൊണ്ട് പണമാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ്സാണ് കറണ്ട് അസറ്റ്സ്. ഇതുപോലെ നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വരവുകളുടെയും ചെലവുകളുടെയും ഒക്കെ ഒന്നാണ് നോമിനൽ അക്കൗണ്ട്. ട്രയൽ ബാലൻസിന് പ്രധാനമായും 3 കോളം: പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഈ ഡെബിറ്റ് കോളത്തിലാണ് അസറ്റ്സും എക്സ്പെൻസും. ദി അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് ഹാവ് ഡെബിറ്റ് ബാലൻസ്. അസറ്റ്സ് എന്ന് പറയുന്നത് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഫർണിച്ചർ, ഫിറ്റിംഗ്സ്, ഫിക്ചേഴ്സ്, ഗുഡ്വില്, മെറ്റീരിയൽ തുടങ്ങിയ എല്ലാ അസറ്റ്സും ഡെബിറ്റ് കോളം. ഇനി ചെലവുകൾ, റെന്റ്, റേറ്റ്സ്, ടാക്സ്, ഇൻഷുറൻസ്, പ്രിന്റിങ്, സ്റ്റേഷനറി, ഓഡിറ്റ് ഫീസ് തുടങ്ങിയ എല്ലാ ചെലവുകളും ലഭിക്കും. ക്രെഡിറ്റ് കോളത്തിൽ ലയബിലിറ്റീസ് ആൻഡ് ഇൻകംസ്. ലയബിലിറ്റീസ് മീൻസ് ലോൺ, മോർഗേജ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. പിന്നെ ഇൻകംസ്, റെന്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ് തുടങ്ങിയ എല്ലാ ഇൻകവും ലയബിലിറ്റീസ് ക്രെഡിറ്റ് പോകണം. ഇനി നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും പോസ്റ്റിങ്ങും ബാലൻസിനും തുല്യമായാൽ ഈ ട്രയൽ ബാലൻസിൻ്റെ ഈ 2 കോളം തുല്യമായിരിക്കും. The equality of the 2 columns of a
engage the arithmetic accuracy of journalizing, posting and balance. നമ്മൾ ജേർണലൈസിങ്ങിൽ പോസ്റ്റിങ്ങിൽ ബാലൻസിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമാണ് എങ്കിൽ ട്രയൽ ബാലൻസ് എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അതാണ് ട്രയൽ ബാലൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ട്രയൽ ബാലൻസ് കണക്കാക്കാൻ, എഴുതി കൂട്ടി നോക്കാൻ അറിയണം. പ്ലസ് വൺ കുട്ടികൾ അവരുടെ പുസ്തകത്തിൽ കാണുന്ന ഏതെങ്കിലും ഐറ്റത്തിൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ട് ബാലൻസിൻ്റെ ട്രയൽ ബാലൻസ് എഴുതി നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇതിന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു.